ഗംഗ പൂർണ്ണാനുഗ്രഹദായിനിയായിട്ട്, അതായത് അവിടെ മുങ്ങുന്ന സ്നാനം ചെയ്യുന്നവർക്ക്, മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക് ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, ഒരു പൂർണ്ണാനുഗ്രഹ ഭാവത്തിലാവണം എന്ന് കൽപ്പിച്ചുകൊണ്ട് മഹാദേവൻ ഈ ശൂലത്തിൽ കൂടെ ഉത്തരവാഹിനിയായി തിരിച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഒരു മധ്യഭാഗം എന്ന് പറയുന്ന അസ്സി ഘാട്ടാണ്. അവിടെ അസ്സി നദി വന്നു ചേരുകയാണ്. അസ്സി ഘാട്ടിലാണ് ഗംഗാരതിയിലെ സുബഹി ബനാറസ് എന്ന് പറയുന്ന പുലർച്ചെയുള്ള ആരതി ഏറ്റവും വിശേഷമായിട്ട് നടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മറ്റുള്ള ഘാട്ടുകൾ, പ്രധാനപ്പെട്ട ഘാട്ടുകൾ തുടങ്ങുകയാണ്. ജൂനാഘാടയുടെ ഒക്കെ ആസ്ഥാനമായിട്ടുള്ള ബഡാ ഹനുമാൻ ഘാട്ട്, അത് കഴിഞ്ഞാൽ ഹരിശ്ചന്ദ്ര ഘാട്ട്, ഹരിശ്ചന്ദ്ര മഹാരാജാവ് ശ്മശാനം നോക്കി നടത്തിയിരുന്ന ഹരിശ്ചന്ദ്ര ഘാട്ട് ശ്മശാനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേദാർ ഘാട്ട്, ഗൗരി കേദാരേശ്വര ഘാട്ടം. അത് ദക്ഷിണ ഭാരതത്തിനും പ്രത്യേകിച്ച് മലയാളികൾക്കും ഒക്കെ പഴയ കാലത്ത് തന്നെ ഒരുപാട് ബന്ധമുള്ള ഇതാണ്. അവിടെ കാഞ്ചി, ശൃംഗേരി തുടങ്ങിയിട്ടുള്ള ആശ്രമങ്ങളൊക്കെ അവിടെയാണ്. കേദാർ ഘാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഒരുപാട് ഘാട്ടുകൾ, അത് ചൗക്കി ഘാട്ട്, നാരദ് ഘാട്ട്, ചൗസത് യോഗിനി ഘാട്ട്, അങ്ങനെ ഒരുപാട് ദേവതകളുടെ ഒരു സാന്നിധ്യം കൊണ്ടുള്ള ഘാട്ടുകൾ. കുറച്ച് കഴിയുമ്പോൾ ദശാശ്വമേധ ഘാട്ട്, അവിടെയാണ് ഏറ്റവും വിശേഷമായിട്ടുള്ള ഗംഗാരതി നടക്കുന്നത്. ദശാശ്വമേധ ഘാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഘാട്ടായി. പഴയൊരു കാലത്ത്, അതായത് വലിയ അതിപുരാതനല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗംഗയിൽ സ്നാനം ചെയ്ത് ഗംഗയിൽ നിന്ന് ജലവുമായി ചെന്ന് വിശ്വനാഥനെ അഭിഷേകം ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ആചാരം.